വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്ര വലിയ വിവാദമായിരുന്നു. അത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നു, അവിടെ NDA നേതാക്കളെ കാണുന്നു, അവിടെ അദാനി ഗ്രൂപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാരവാഹിയെ കാണുന്നു. ഈ വിമാനത്തിന്റെ ചെലവ് വഹിച്ചത് അദാനി ഗ്രൂപ്പാണ് എന്നൊരു ആക്ഷേപം കേൾക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കോഴിക്കോട് ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താണ് ആ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത്? ആരുടെ പേരിലാണ് ഫ്ലെക്സ് വച്ചിരിക്കുന്നത്? മനു, ഇന്നലെ വരെ കോഴിക്കോട് കണ്ടത് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ഈ തെരുവിലേക്ക് ഇറങ്ങിയതായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ മുതൽ കാണാൻ കഴിയുന്ന ചിത്രം നേരെ മറിച്ചാണ്. കോഴിക്കോട് വി.ഡി. സതീശനെതിരെ ഫ്ലെക്സ് ബോർഡുകൾ പലയിടങ്ങളിലായി കാണാൻ സാധിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് കോഴിക്കോട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഗേറ്റിന് തൊട്ട് മുൻപിലാണ് ഇന്ന് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലെ വാചകങ്ങളാണ് ഏറ്റവും കൗതുകം. എന്താണ് അദാനി ഗ്രൂപ്പുമായി വി.ഡി. സതീശന്റെ രഹസ്യ ബന്ധം എന്നതാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത്. അതിനൊപ്പം തന്നെ അദാനി ഗ്രൂപ്പ് പ്രസിഡന്റ് കിഷോർ അൽവയുമായി എന്തിനാണ് വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയത് എന്നത് ഈ ഫ്ലെക്സ് ബോർഡിൽ ചോദിക്കുന്നു. അതിനൊപ്പം തന്നെ PR വേലയ്ക്ക് ഫണ്ട് നൽകിയത്, അതായത് വി.ഡി. സതീശന്റെ PR വേലയ്ക്ക് ഫണ്ട് നൽകിയത് അദാനി ഗ്രൂപ്പാണോ എന്ന ചോദ്യം ഈ ഫ്ലെക്സ് ബോർഡിലുണ്ട്. അതിനൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയാണോ അല്ലെങ്കിൽ SDP ആണോ എന്ന ചോദ്യചിഹ്നങ്ങളൊക്കെ തന്നെയും ചോദ്യചിഹ്നം ഇട്ടുകൊണ്ടാണ് ഈ ഫ്ലെക്സ് ബോർഡ് ഇന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട്ടെ കോൺഗ്രസുകാർ എന്ന പേരിൽ തന്നെയാണ് DCC ഓഫീസിന് മുൻപിലായി ഇത്തരത്തിലൊരു ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് ഏറ്റവും കൗതുകം. ഏതായാലും വി.ഡി. സതീശനെതിരെ വലിയ വിമർശനം ഉയരുമ്പോഴാണ് ഈ അദാനി ഗ്രൂപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ ഫ്ലെക്സ് ബോർഡിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ രഹസ്യ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആ ചിത്രങ്ങൾ ഉൾപ്പെടെ ഈ ഫ്ലെക്സിലുണ്ട്. ഏതായാലും അദാനി ഗ്രൂപ്പുമായി വി.ഡി. സതീശന് രഹസ്യ ബന്ധമോ എന്ന ചോദ്യചിഹ്നം ഉൾപ്പെടെ ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് കോഴിക്കോട് DCC ഓഫീസിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് ഭൂരിഭാഗവും നടന്നിരുന്നത്. അതായത് വി.ഡി. സതീശൻ പറഞ്ഞ് ഏർപ്പാടാക്കിയതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ കുറ്റ്യാടി, മുക്കം, കോഴിക്കോട് നഗരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ വി.ഡി. സതീശന് വേണ്ടി ആളുകൾ തെരുവിൽ ഇറങ്ങിയപ്പോൾ ഇന്ന് കാണുന്നത് നേരെ മറിച്ചാണ്. വി.ഡി. സതീശന് എന്തിനാണ് ഈ അദാനി ഗ്രൂപ്പുമായി വി.ഡി. സതീശൻ രഹസ്യബന്ധം ഉണ്ടാക്കിയത്? PR വർക്കിന് പണം നൽകിയത് അദാനിയാണോ, ജമാഅത്തെ ഇസ്ലാമിയാണോ, SDP ആണോ എന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് മറ്റാരല്ല കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസുകാർ എന്ന പേരിൽ കൂടിയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ 3 ഇടങ്ങളിലായി കോഴിക്കോട് DCCക്ക് സമീപം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മനു, അല്ല മേഘ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഫ്ലെക്സ് ബോർഡ് ഇപ്പോൾ പതിവ് പരിപാടിയാണ് ഇവരുടേത്. പക്ഷേ എങ്കിൽ പോലും കോഴിക്കോട്ടെ ഈ ഫ്ലെക്സ് ബോർഡിൽ വന്നിരിക്കുന്ന ആ ബാനറിൽ വന്നിരിക്കുന്ന ആക്ഷേപങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് വി.ഡി. സതീശൻ NDA നേതാവിനെ കണ്ടത്? മംഗലാപുരത്ത് പോയി. അദാനി ഗ്രൂപ്പിലെ പ്രധാനി അവിടെ ഉണ്ടായിരുന്നു. എന്താണ് അയാളുമായി വി.ഡി. സതീശനുള്ള ബന്ധം? എന്തിനു വേണ്ടിയിട്ടാണ് കാണാൻ പോയത്? ഈ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണ് പോയത്. നമുക്കറിയാം, ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്തു പോകണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഏതായാലും വി.ഡി. സതീശനല്ല പണം കൊടുത്തിരിക്കുന്നത്. ആ പണം കൊടുത്തത് ആരാണ്? ഇന്നലെ ഒരു മാധ്യമം പറയുന്നത് കേട്ടു, ആ പണം കൊടുത്തത് അദാനി ഗ്രൂപ്പാണെന്ന്. അങ്ങനെയാണെങ്കിൽ ആ പണം കൊടുക്കാൻ അദാനി ഗ്രൂപ്പും വി.ഡി. സതീശനും തമ്മിലുള്ള ബന്ധം എന്താണ്? രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്? അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്നത് BJPയുടെ ഏജന്റാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ BJPയുടെ ഏജന്റ് എന്ന് രാഹുൽ ഗാന്ധി വിളിച്ച അദാനി ഗ്രൂപ്പുമായി സതീശനുള്ള ബന്ധം എന്താണ്? അത് നമുക്കറിയേണ്ട വിഷയമാണ്. അപ്പോൾ ഈ പറഞ്ഞ ആക്ഷേപങ്ങൾ ഗൗരവതരമാണ്. മനു, തീർച്ചയായും. അതായത് രാഹുൽ ഗാന്ധി തന്നെ എതിർപ്പ് പരസ്യമായി ഉന്നയിച്ച അദാനി ഗ്രൂപ്പുമായി എന്തിന് വി.ഡി. സതീശൻ ബന്ധപ്പെട്ടു എന്ന ചോദ്യം വളരെ പ്രസക്തമായി തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് അത് കോൺഗ്രസുകാർക്കിടയിൽ തന്നെ വരുന്നത്. എന്തിനായിരുന്നു ആ കൂടിക്കാഴ്ച? എന്തിനാണ് രഹസ്യമായ കൂടിക്കാഴ്ച? പല ചോദ്യങ്ങൾ പല കോണുകളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. വലിയ അട്ടിമറിയാണോ ഇതിന് പിന്നിലുണ്ടായിരുന്ന അജണ്ട എന്ന ചോദ്യം സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉണ്ടായിരുന്നു എന്ന ചോദ്യം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ബന്ധപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെയുണ്ട്. അപ്പോഴാണ് ഈ PR പണിക്ക് വേണ്ടി പണം നൽകിയത് അദാനി ഗ്രൂപ്പാണോ എന്ന ചോദ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട്ടെ കോൺഗ്രസുകാർ തന്നെ രംഗത്തിറങ്ങുന്നത്. ഏതായാലും വരും സമയങ്ങളിൽ, അതായത് ഇനിയുള്ള സമയങ്ങളിൽ വി.ഡി. സതീശൻ ഉത്തരം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് ഇത്തരത്തിലൊരു രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്നത് തന്നെയാണ്. ഇത് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടി അല്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ കൂടി സതീശന്റെ ഉത്തരവാദിത്തം കൂടിയാണ് അത് വ്യക്തമാക്കുന്നത്.
വ്യക്തമാക്കേണ്ടത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിലെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഏതായാലും വരും സമയങ്ങളിൽ വി ഡി സതീശൻ കൃത്യമായി ഉത്തരം നൽകേണ്ട ചോദ്യം ഇപ്പോൾ പരസ്യമായി കോൺഗ്രസുകാർ തന്നെ തെരുവിൽ ചോദിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഫ്ലെക്സ് ബോർഡിലെ വാചകങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനു.